മഴ കാരണം കഴിഞ്ഞ ദിവസത്തെ പോലെ ഈ ദിവസവും കളി നടക്കില്ല എന്ന് വിചാരിച്ച് ടി വി എല്ലാം ഓഫ് ചെയ്തിരുന്നതാണ് ഞാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ കളി ആരംഭിച്ചോ അതോ കംപ്ലീറ്റ് പോയിൻ്റൊക്കെ ഡിവൈഡ് ചെയ്ത് പോയോ എന്നറിയാനായിട്ടൊന്ന് ചെക്ക് ചെയ്തപ്പം ടോസ് കിട്ടി മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാനെ ബാറ്റിംഗ് നയിച്ചു എന്നാണ് കണ്ടത്. അപ്പോൾ തന്നെ ടി വി ഓണാക്കി ദീപക് ചഹാർ പന്തുമായിട്ട് നിൽക്കുന്നു. വെടിക്കെട്ട് അപ്പോഴേ തുടങ്ങി. 22 റൺസാണ് ദീപക് ചഹാറിൻ്റെ ഓവറിൽ. ശേഷം ബുംറ വരുന്നു. ബുംറയെ ആദ്യത്തെ ബോൾ തന്നെ 6 അടിച്ചിട്ടാണ് സൂര്യവംശി വെൽക്കം ചെയ്യുന്നത്. ബുംറയുടെ ഓവറിലും പോയി 10-14 റൺസ്. അത് കഴിഞ്ഞ് ട്രെൻഡ് ബോൾട്ട് വരുന്നു. ന്യൂ ബോളിലെ കിങ് ആണ് ട്രെൻഡ് ബോൾട്ട്. ബോൾട്ടിനും കിട്ടി ഒരു 22 റൺസ് ഓവർ. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, പക്കാ ഫിയർലെസ് ക്രിക്കറ്റ്. സൂര്യവംശി ആൻഡ് ജയ്സ്വാൾ തുടക്കം മുതൽ അവസാനം വരെ നിന്നതായിരുന്നു RRൻ്റെ സ്കോർ ഒരു 150+ 11 ഓവറിൽ എടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തത്. ശേഷം മുംബൈ ബാറ്റിംഗ് വരുന്നു. നല്ലൊരു വെടിക്കെട്ട് മാച്ച് എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് തുടക്കത്തിലേ കിട്ടിയില്ല. തുടക്കം മുതലേ വിക്കറ്റുകൾ പോയി. റിക്കിൾട്ടൺ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ് ഇവരെല്ലാവരെയും നല്ല പ്ലാൻ ചെയ്താണ് വിക്കറ്റ് എടുത്തതെന്നാണ് എനിക്ക് തോന്നിയത്. പലരും ഞാൻ ഉൾപ്പെടെ അണ്ടർ റേറ്റ് ചെയ്തതാണ് റിയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി. പക്ഷേ അത് ഇന്നലത്തെ മത്സരത്തിലും കഴിഞ്ഞ അവർ 210 റൺസ് ഡിഫെൻഡ് ചെയ്ത മത്സരത്തിലും റിയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി അഭിനന്ദാർഹം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. RR ചെറിയ മീനല്ല. സഞ്ജു പോയതുകൊണ്ട് RR അങ്ങനെ ഒതുങ്ങിയിട്ടില്ല. കടുത്ത മത്സരങ്ങൾ തന്നെ RRൽ നിന്ന് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ IPL ഒന്ന് ചൂട് പിടിച്ചിട്ടുണ്ട്. ഇനിയും വരും മത്സരങ്ങൾ ഇതിലും കൂടുതൽ ത്രില്ലിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.